നെന്മാറയിലെ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ പോത്തുണ്ടിയിലെത്തിച്ച് തെളിവെടുക്കാൻ പോലീസ്. കൊല്ലപ്പെട്ട സുധാകരനും അമ്മ ലക്ഷ്മിയും വെട്ടേറ്റ് വീണ സ്ഥലത്തും പ്രതി ഒളിച്ചു താമസിച്ച സ്ഥലത്തും എത്തിച്ചെന്ന് തെളിവെടുക്കും. ചെന്താമരയെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തി കഴിഞ്ഞു. 500ഓളം പോലീസുകാരെയാണ് പോത്തുണ്ടിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പോത്തുണ്ടിയിലെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന്, അതായത് കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സുധാകരനെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാട്ടുകാർക്ക് അവർ അരിശത്തിൽ തന്നെയാണോ? പറയൂ. ചെന്താമരയും കൊണ്ട് തെളിവെടുപ്പ് ഇന്ന് ഏതാണ്ട് 12 മണിയോടുകൂടി ഞാനിപ്പോൾ ഉള്ള ഈ സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ഒക്കെ വസതിയിലേക്ക് എത്തിച്ചേരും. എസ്കേൻ, വലിയ പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ പിടികൂടി എത്തിച്ചപ്പോൾ ഉണ്ടായ ആളുകളുടെ പ്രതിഷേധമൊക്കെ. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പോലീസ് വിന്യാസം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രതിഷേധവും ആളുകളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള വലിയൊരു പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 500ഓളം പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. നെന്മാറ, മംഗലഡാം, വടക്കഞ്ചേരി, കൊല്ലങ്കോട്, ആലത്തൂർ തുടങ്ങിയ പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ എയർ ക്യാമ്പിൽ നിന്നുള്ളവരടക്കം ഏതാണ്ട് 500ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇത് പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ബോയൻ കോളനി പരിസരത്തേക്ക് പുറത്തു നിന്നുള്ള ആളുകൾക്ക് ആ സമയത്ത് പ്രവേശനം ഉണ്ടായിരിക്കില്ല. നിലവിൽ തന്നെ മാധ്യമങ്ങളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇവിടേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. ഈ സംഭവം, അതായത് ഈ കൊലപാതകം അടക്കം പുനരാവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ DSP എന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, നമുക്കിത് പുനരാവിഷ്കരിക്കണം. എങ്ങനെയാണ് ഈ പ്രതി ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നിർവഹിച്ചതെന്നുള്ള കാര്യം പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. അത് ഇവിടെ വെച്ചാണ്, അത് അവരുടെ മൃതദേഹങ്ങളടക്കം കിടന്നിരുന്ന ആ സ്ഥലത്ത് വെച്ച് ആ കൊലപാതകം പുനരാവിഷ്കരിക്കണമെന്ന് മാത്രമല്ല, ഈ പ്രതി ആയുധങ്ങൾ ഒളിപ്പിച്ച ഇടത്തേക്ക്, ഒളിവിൽ കഴിഞ്ഞ ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച ഇടത്തേക്കും പ്രതിയെ കൊണ്ടുപോയി അടക്കം തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് പരമാവധി വിവരങ്ങൾ ഇതിനകം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും ഈ തെളിവെടുപ്പിൽ ഉണ്ടാവുക. പൊതുജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയ ക്രമീകരണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്, ഇയാളെ പിടികൂടി കൊണ്ടുവന്ന സമയത്ത് പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം പിഴുതു മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സുധാകരന്റെ ഈ ചെന്താമരയുടെ വീടാണ് നമ്മൾ കാണുന്നത്. ആ വീട്ടിൽ ഈ സംഭവം നടന്നതിന് ശേഷം ഇതുവരെയും പോലീസിന്റെ കാവലുണ്ടായിരുന്നു. കാരണം ആളുകളുടെ ഭാഗത്ത് നിന്ന് അവർ പാനിക് ആകുമെന്നുള്ള ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നത്. എന്തായാലും 12 മണിയോടുകൂടി മറ്റു നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി 12 മണിയോടുകൂടി പ്രതിയെ ഇവിടേക്ക് എത്തിച്ചേക്കും. ഒരല്പം നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നിരിക്കെയും 1 മണിക്ക് മുൻപായി ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പോലീസ് ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് 2 മണിക്കൂർ നീളുന്ന തെളിവെടുപ്പ്, അതാണ് ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഇതിനുശേഷമായിരിക്കും വിശദമായി പോലീസിന്റെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ചെന്താമരയെ ചോദ്യം ചെയ്യുക. ഓക്കെ, താങ്ക് യു. നിഖിൽ പരമേഷാണ് വിവരങ്ങൾ നൽകിയത്.